തന്നെക്കുറിച്ച് ആർക്കും അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി റെന. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു 19 വയസ്സുകാരി പെൺകുട്ടി മത്സരാർത്ഥിയായി എത്തിയത് സീസൺ 7-ലാണ്. കോഴിക്കോട് സ്വദേശിനി റെന ഫാത്തിമയായിരുന്നു ആ മത്സരാർത്ഥി. യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റെനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഷോയുടെ ഭാഗമാവുക എന്നത്. സീസണിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളും റെനയായിരുന്നു. റെന ഒരു വ്ലോഗർ കൂടിയാണ്. നിരവധി ആരാധകർ റെനയ്ക്കുണ്ട്. കഴിഞ്ഞ ദിവസം താരത്തിന് 20 തികഞ്ഞു. പിറന്നാൾ ദിനത്തിൽ തന്നെക്കുറിച്ച് ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ റെന വെളിപ്പെടുത്തി. അതിങ്ങനെയാണ്: എനിക്ക് 20 വയസ്സായിരിക്കുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഞാനും പാതി മലയാളിയും പാതി അറബുമാണ്. എൻ്റെ ഉമ്മയുടെ പിതാവ് അറബിയാണ്. ഒമാനാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അബ്ദുള്ള അഹമ്മൂദ് അൽ ഹബീബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൗസർ അൽ ഹബീബി എന്നാണ് എൻ്റെ ഉമ്മയുടെ പേര്. അതുപോലെ ഞാൻ ജനിച്ച സമയത്ത് കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനനശേഷം മെഡിക്കൽ കോളേജ് ഐസിയുവിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കരഞ്ഞത്. ഇടയ്ക്കിടെ എൻ്റെ ഉമ്മ തമാശയ്ക്ക് പറയും, ജനിച്ചപ്പോൾ കരയാത്തത് കൊണ്ടാണ് ഇപ്പോൾ നീ ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന്. അതുപോലെ എനിക്കൊരു മുൻകാല പ്രണയമുണ്ടായിരുന്നു. ആ വ്യക്തി എന്നെ 2 പ്രാവശ്യം ഫിസിക്കലി ചീറ്റ് ചെയ്തു. എന്നിട്ടും ഞാൻ കുറേ കാലം അയാൾക്കൊപ്പം ആ ബന്ധത്തിൽ നിന്നു. അന്ന് അറിവില്ലാത്ത പ്രായമായിരുന്നു. അതുപോലെ ഒരു സമയത്ത് മേക്കപ്പിനെ വെറുത്തിരുന്നയാളാണ് ഞാൻ. മാത്രമല്ല ബോയ്സിൻ്റെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കോണ്ടന്റ് ക്രിയേഷൻ ആരംഭിച്ചത്. അതും ഫേമസ് ആയ യൂട്യൂബറെ റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു. ഫേമസ് ആയ ആളുകളെ റോസ്റ്റ് ചെയ്താൽ ഭയങ്കരമായ റീച്ച് കിട്ടും, ഫേമസ് ആകുമെന്നാണ് അന്ന് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, കഴിവുണ്ടെങ്കിൽ മാത്രമേ കയറിപ്പോകാൻ പറ്റുകയുള്ളൂ എന്നും മറ്റുള്ളവരുടെ ഇറച്ചി നിന്ന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും. ജാസ്മിൻ ജാഫറും നോറയുമെല്ലാം പങ്കെടുത്ത ബിഗ് ബോസ് സീസൺ കാണുന്ന സമയത്ത് ഞാൻ ഫേമസ് ആയിരുന്നില്ല. ആ സമയത്ത് എന്നിട്ടും ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവരൊക്കെ ക്രിയേറ്റേഴ്സ് ആയിട്ടും ബിഗ് ബോസിൽ പോകാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എനിക്കും 21 വയസ്സൊക്കെ ആകുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്ററായി ബിഗ് ബോസിൽ പോകാൻ പറ്റണേ എന്ന് ചിന്തിച്ചിരുന്നു. തൊട്ടടുത്ത വർഷം ഞാനൊരു എഫേർട്ടും എടുക്കാതെ ബിഗ് ബോസിൽ നിന്നും അവർ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു എന്നാണ് റെന പറഞ്ഞത്. നിരവധി പേരാണ് സത്യങ്ങൾ ഭയം കൂടാതെ തുറന്നു പറഞ്ഞ റെനയെ അഭിനന്ദിച്ചും പിറന്നാളാശംസകൾ നേർന്നും എത്തിയത്. റെന 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ആ വീഡിയോ വൈറലാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടാണ് എന്തുകൊണ്ട് തനിക്ക് ദിവസവും ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന് റെന ചിന്തിച്ചു. വീട്ടുകാരിൽ നിന്ന് റെനയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത്. +1 പഠിക്കുമ്പോഴാണ് റെന ആലിബുമായി പ്രണയത്തിലാകുന്നത്. പ്രണയം തമാശയായി കൊണ്ടുപോകാൻ റെനയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രണയം വീട്ടിൽ തുറന്നു പറയുകയും ഇരുവരും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു. ആലിബും റെനയോടൊപ്പം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.